സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐസ് ഇൻ ദി സ്കൈ ആൻഡ് ഡാറ്റ അനാലിസിസ് എന്ന യൂണിറ്റിലെ ആകാശീയ വിദൂര സംവേദനം അല്ലെങ്കിൽ ഏരിയൽ റിമോട്ട് സെൻസിങ് അതിനെക്കുറിച്ചാണ് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്ങിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, ഉപഗ്രഹ വിദൂര സംവേദനം, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം ഒന്നുകൂടി ഇതാ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ലിമിറ്റേഷൻസ്, ഏരിയൽ ഫോട്ടോഗ്രാഫിൻ്റെ അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആകാശീയ വിദൂര സംവേദനം അല്ലേ, ആകാശീയ വിദൂര സംവേദനം അല്ലെങ്കിൽ ഏരിയൽ റിമോട്ട് സെൻസിങ്, അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത്. അതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്ന് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്, ഉപഗ്രഹ വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ പോവാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോവാം. സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്, ഉപഗ്രഹ വിദൂര സംവേദനം, അതെന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും ഒന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. എന്താണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്? The process of collecting information using sensors fixed on artificial satellites is called satellite remote sensing. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിലാണ് അല്ലെങ്കിൽ കൃത്രിമ ഉപഗ്രഹങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെൻസറുകൾ ഇവിടെ ഘടിപ്പിക്കുന്നത്. സെൻസർ എന്ന് പറയുമ്പോൾ ക്യാമറകളും സ്കാനറുകളും ഒക്കെയാണ് നമ്മൾ സെൻസറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സംവേദകങ്ങൾ. അപ്പോൾ ഈ സെൻസറുകൾ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഫർമേഷൻ ഗ്യാതറിംഗ് അല്ലെങ്കിൽ ഡാറ്റ കളക്ഷൻ, വിവരശേഖരണം നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. സോ പ്രോസസ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ യൂസിങ് സെൻസേഴ്സ് ഫിക്സ്ഡ് ഓൺ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഈസ് കോൾഡ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. The artificial satellites are mainly divided into two types. Artificial satellites-നെ നമുക്ക് എന്ത് ചെയ്യാം? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടാക്കി തിരിക്കാം. ഓക്കെ, ഏതൊക്കെയാണ് രണ്ടെണ്ണം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആൻഡ് സൺ സിൻക്രണസ് സാറ്റലൈറ്റ്സ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സും സൺ സിൻക്രണസ് സാറ്റലൈറ്റ്സും. ഓക്കെ, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കാം. സൺ സിൻക്രണസ് സാറ്റലൈറ്റ്സിനെ നമുക്ക് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് ഇവിടെ 4 മാർക്കിന് വരെയുള്ള ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സും സൺ സിൻക്രണസ് സാറ്റലൈറ്റ്സും പഠിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള പോയിന്റ്സ് ആക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. അപ്പോൾ രണ്ടിൻ്റെയും പ്രത്യേകതകൾ നോക്കാം. ഏറ്റവും ആദ്യം ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ്, ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. അപ്പോൾ ഈ കാര്യം പഠിക്കുമ്പോൾ തന്നെ ഈ ഒരു ചിത്രം, ഇവിടെ കാണുന്ന ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് പതിപ്പിക്കുക. അപ്പൊ തന്നെ നമുക്ക് 1-2 പോയിന്റ്സ് അവിടെ കിട്ടും. ഓക്കെ, അതേപോലെ അടുത്തത് പറയുമ്പോൾ ആ ചിത്രവും നോക്കുക. അപ്പൊ ഇവിടെ ഈ ചിത്രത്തിൽ നമുക്ക് കാണാം സാറ്റലൈറ്റ്സ് കറങ്ങുന്നത് നമുക്ക് കാണാം. ഏത് രൂപത്തിലാണ്? നമ്മുടെ ഭൂമിയുടെ കറക്കം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അല്ലേ? ഓക്കെ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വായിക്കാം. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിൽ ഫസ്റ്റ് ഇവിടെ പറയുന്നു, ദീസ് ആർ ദി സാറ്റലൈറ്റ്സ് ദാറ്റ് മൂവ് ഇൻ ഈക്വൽ വെലോസിറ്റി വിത്ത് എർത്ത് റൊട്ടേഷൻ. നമ്മുടെ ഭൂമിയുടെ റൊട്ടേഷൻ, ഭ്രമണം, അതിൻ്റെ സ്പീഡ് എങ്ങനെയാണോ അതേപോലെ തന്നെ ഭൂമിയുടെ കറക്കത്തിന് അനുസരിച്ചുകൊണ്ട് തന്നെ പിന്നെ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇത്, ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദി ഫീച്ചേഴ്സ് ഓഫ് ദീസ് സാറ്റലൈറ്റ്സ് ആർ ഗിവൺ ബിലോ. അതിന്റെ ഫീച്ചേഴ്സ് താഴെ പറയുന്നു. ആ ഫീച്ചേഴ്സിന്റെ കൂടെയുള്ള ഒരു ഫീച്ചർ തന്നെയാണ് ഇപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞതും. ഓക്കെ, ഒരു പോയിന്റ് ആക്കി തന്നെ നമുക്ക് ഇതിനെ കൂട്ടാം. അതായത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് മൂവ് ഇൻ ഈക്വൽ വെലോസിറ്റി വിത്ത് ദി എർത്ത് റൊട്ടേഷൻ. നമ്മുടെ ഭൂമിയുടെ ഭ്രമണത്തിന്റെ അതേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ്. നമ്മുടെ ഭൂമിയുടെ റൊട്ടേഷന്റെ അതേ വെലോസിറ്റി തന്നെയാണ്, ആ ഒരു സെയിം സ്പീഡ് തന്നെയാണ് ഏതും സഞ്ചരിക്കുന്നത്, ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സും സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. മറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ്? They orbit the Earth at an elevation of about 36,000 kilometers above the Earth. അതായത് ഇത് ഏകദേശം എത്ര ഉയരത്തിലാണ് കാണപ്പെടുന്നത് ഇങ്ങനെയുള്ള ഉപഗ്രഹങ്ങൾ? ഇതിന്റെ സഞ്ചാരപഥം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. ഓക്കെ, 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് ഏത് നമ്മുടെ ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിന്റെ അത് കറങ്ങുന്ന ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത്, സഞ്ചാരപാത.
1/3 of the earth comes under its field of view. അടുത്ത പോയിന്റ് ആണ്, നമ്മുടെ ഭൂമിയുടെ മൂന്നിൽ ഒന്ന് ഭാഗം നിരീക്ഷിക്കാൻ എന്തിനു കഴിയും? ഇങ്ങനെയുള്ള ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിന് സാധിക്കും. ഓക്കെ, നമ്മുടെ ഭൂമിയുടെ മൊത്തം പ്രദേശത്തിന്റെ 1/3 ഇതിന്റെ ക്യാമറ കണ്ണുകളിൽ പതിയും എന്നർത്ഥം. പിന്നെ as the movement of these satellites corresponds to the speed of rotation of the earth, it stays constantly above a specific place on the earth. നമ്മൾ നേരത്തെ ഏറ്റവും ആദ്യം പറഞ്ഞൊരു കാര്യം എന്താ? നമ്മുടെ ഭൂമിയുടെ റൊട്ടേഷന്റെ സെയിം സ്പീഡ് തന്നെയാണ്, വെലോസിറ്റി തന്നെയാണ് ഈ ഉപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഉപഗ്രഹങ്ങൾ എല്ലായ്പ്പോഴും നമ്മുടെ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഫേസ് ചെയ്തുകൊണ്ടായിരിക്കും കറങ്ങുന്നത്. ഏതെങ്കിലും ഒരു പ്രദേശത്തിന് മുകളിൽ തന്നെയായിരിക്കും ഇത് സ്ഥിരമായിട്ടുണ്ടാവുക. ആ പ്രദേശത്തിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാണ്? ഈ ഉപഗ്രഹവും ഇങ്ങനെ ഭൂമിയുടെ അതേ വേഗതയിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് സ്റ്റേസ് കോൺസ്റ്റന്റ്ലി അബവ് എ സ്പെസിഫിക് പ്ലേസ് ഓൺ ദി എർത്ത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ആ ഒരു റൊട്ടേഷന്റെ സ്പീഡിന് തുല്യമായ ഒരു സ്പീഡ് തന്നെയാണ് ഈ ഉപഗ്രഹത്തിനും ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഭൂമിയിലുള്ള ഒരേ പ്രദേശത്തെ ഫേസ് ചെയ്തുകൊണ്ട് അഭിമുഖീകരിച്ചുകൊണ്ടായിരിക്കും ഇത് നിലകൊള്ളുന്നത്. അടുത്ത പോയിന്റ്, ദിസ് ഹെൽപ്സ് ഇൻ കണ്ടിന്യൂസ് ഡാറ്റ കളക്ഷൻ ഓഫ് an area. ഒരു പ്രദേശത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ മുകളിൽ തന്നെ ആയിരിക്കും എപ്പോഴും അത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ കണ്ടിന്യൂസ് ഡാറ്റ കളക്ഷൻ ഓഫ് an area. അതായത് ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായിട്ടുള്ള വിവരശേഖരണത്തിന് നമുക്ക് സാധിക്കുന്നു. ഓക്കെ, എത്ര കാലത്തേക്കാണ് ഈ ഉപഗ്രഹം നമ്മൾ വിക്ഷേപിച്ചത്? അത്രയും വർഷം ഒരു പ്രദേശത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഡാറ്റ കളക്ഷന് ഇത് സഹായിക്കും. പിന്നെ അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫോർ വെതർ സ്റ്റഡീസ്. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും നമ്മളിത് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ്? ടെലികമ്മ്യൂണിക്കേഷൻ, അതേപോലെ വെതർ സ്റ്റഡീസ്, അതായത് വാർത്താവിനിമയത്തിനും അതേപോലെ നമ്മുടെ ദിനാന്തരീക്ഷ സ്ഥിതികൾ മനസ്സിലാക്കാൻ, വെതർ കണ്ടീഷൻസ് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഉപഗ്രഹങ്ങൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതിൻ്റെ അപ്പോൾ യൂസ് നമുക്ക് കിട്ടി. ഇനി ലാസ്റ്റ് പോയിന്റ്, ഇന്ത്യാസ് ഇൻസാറ്റ് സാറ്റലൈറ്റ്സ് are examples of geostationary satellites. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇൻസാറ്റ് എന്ന പേരുള്ള ഉപഗ്രഹങ്ങൾ. സോ ഇൻസാറ്റ് കാറ്റഗറിയിൽ പെടുന്ന ഉപഗ്രഹങ്ങൾ നമ്മുടെ എന്തിന് ഉദാഹരണമാണ്? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിന് ഉദാഹരണമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇൻസാറ്റ് മീൻസ് ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ്. അപ്പൊ ഇൻസാറ്റ് കാറ്റഗറിയിൽ പെടുന്ന ഉപഗ്രഹങ്ങളൊക്കെ ഏതിന് ഉദാഹരണമാണ്? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിന് ഉദാഹരണമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കിടക്കുമ്പോൾ സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്സ് ആണ്, സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ്. ഓക്കെ, ആദ്യത്തേത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും രണ്ടാമത്തേത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ്. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ആദ്യം ആ ചിത്രം നോക്കുക. നേരത്തെ ഉപഗ്രഹങ്ങൾ കറങ്ങിയിരുന്നത് ഭൂമി കറങ്ങുന്നത് പോലെ തന്നെയാണെങ്കിൽ ഇവിടെ ഭൂമിക്ക് കുറുകെയാണ്, അല്ലെ? ഭൂമിയെ ക്രോസ് ചെയ്തുകൊണ്ട് നേരെ തിരിച്ചാണ്. രണ്ട് പോൾസിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് കറങ്ങുന്നത്, ധ്രുവങ്ങളെ. നമുക്ക് നോക്കാം. Sun synchronous satellites are the artificial satellites that passes around the earth along the poles. അത് ഏതിലെയാണ് കറങ്ങുന്നത്? ഒന്നുകൂടി മാർക്ക് ചെയ്യാം. That passes around the earth along the poles. ഓക്കെ, അതായത് പിന്നെ നമ്മുടെ ഭൂമിയുടെ ധ്രുവങ്ങൾക്ക് മുകളിലൂടെയാണ് ഭൂമിയെ ചുറ്റുന്നത്, അല്ലെ? നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടല്ലോ. അപ്പൊ ഈ രണ്ട് ധ്രുവങ്ങൾക്ക് മുകളിലൂടെയാണ് ഈ ഉപഗ്രഹങ്ങൾ ഭൂമിയെ വലയം വെക്കുന്നത് അല്ലെങ്കിൽ ഭൂമിയെ ചുറ്റുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഉപഗ്രഹങ്ങളാണ് ഇത് സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്സ്. ഈ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും. താഴെ ഏതാ? സൗത്ത് പോള്, മുകളിൽ നോർത്ത് പോള്. അപ്പൊ ഈ രണ്ട് പോൾസിന്, രണ്ട് ധ്രുവങ്ങളെ ചുറ്റിക്കൊണ്ടാണ് ഇത് കറങ്ങുന്നത്, അല്ലെ? പിന്നെ അതിന്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കാം. ദി ഓർബിറ്റ് ഓഫ് these satellites is about 900 kilometer in altitude. ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലാണ് ഇത് കറങ്ങുന്നത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ ജിയോ സ്റ്റേഷനറി എത്രയാണ്? അത് 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. എന്നാൽ സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്സ് ഏകദേശം 900 കിലോമീറ്റർ മാത്രം, ഏകദേശം 1000 കിലോമീറ്ററിന്റെ ചുവടെയായിട്ടാണ്. ദി ആവറേജ് ആണ് പറയുന്നത്. 1000 കിലോമീറ്ററിന്റെ ചുവടെയായിട്ടാണ് അതിന്റെ സ്ഥാനം ഉണ്ടാവുക.
പിന്നെ ദി സർവൈലൻസ് ഏരിയ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ് 1/3 ഓഫ് എർത്ത് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതായത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് നമ്മുടെ ഭൂമിയുടെ 1/3 ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറവാണ് ഏത്? അതിനേക്കാളും കുറവാണ് സൺ സിൻക്രണസ് സാറ്റലൈറ്റ്സിന്റെ സർവൈലൻസ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ദി റിപ്പീറ്റേറ്റീവ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ of a region at regular interval is possible. ഇതിന്റെ ഒരു പ്രത്യേകത പറയുന്നു, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇന്റർവെൽസിൽ എന്ത് സാധിക്കുന്നുണ്ട്? ഒരു പ്രദേശത്തിന്റെ തന്നെ ആവർത്തിച്ചുള്ള ഡാറ്റ കളക്ഷൻ, ആവർത്തിച്ചുള്ള അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടുള്ള വിവരശേഖരണം സാധ്യമാവുന്നുണ്ട്. ഈ ചിത്രം നോക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് വ്യക്തമാകും. നോർത്ത് പോളിലൂടെ കറങ്ങി വരുന്നുണ്ട്, പിന്നെ സൗത്ത് പോളിലേക്ക് എത്തുന്നുണ്ട്, വീണ്ടും നോർത്ത് പോളിലേക്ക് എത്തുന്നുണ്ട്, അങ്ങനെ കറങ്ങി പോവാം അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തിന്റെ നിശ്ചിത ഇന്റർവെല്ലിലുള്ള കൃത്യമായ ഇടവേളകളിലുള്ള ഓരോ പ്രദേശത്തിന്റെയും ആവർത്തിച്ചുള്ള വിവരശേഖരണം നമുക്ക് ഇവിടെ സാധ്യമാവുന്നുണ്ട്. ഓക്കെ, റിപ്പീറ്റേറ്റീവ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഓഫ് എ റീജിയൻ അറ്റ് റെഗുലർ ഇന്റർവെൽ ഈസ് പോസിബിൾ. ദെൻ നമ്മൾ എന്തിനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സാറ്റലൈറ്റ്സ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്? യൂസസ് എന്തൊക്കെയാണ്? കളക്ഷൻ ഓഫ് ഡാറ്റ ഓൺ നാച്ചുറൽ റിസോഴ്സസ്, ലാൻഡ് യൂസ്, അതേപോലെ ഗ്രൗണ്ട് വാട്ടർ എക്സെട്ര. ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയാണ്? പ്രകൃതി വിഭവങ്ങൾ, ലാൻഡ് യൂസ് ഭൂവിനിയോഗം, അതേപോലെ ഗ്രൗണ്ട് വാട്ടർ ഭൂഗർഭജലം തുടങ്ങിയവയെ കുറിച്ചുള്ള വിവരശേഖരണത്തിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഇങ്ങനെയുള്ള സൺ സിൻക്രണസ് സാറ്റലൈറ്റ്സ് ഉപയോഗിക്കുന്നു. എക്സാമിന് കൂടുതലും പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇൻസാറ്റിന്റെ യൂസസ്, അതേപോലെ ഈ പറയുന്ന സൺ സിൻക്രണസ്, ഇൻസാറ്റ് മീൻസ് ഇൻസാറ്റ് കാറ്റഗറി കീഴിൽ വരുന്നതാണ് ഈ പറയുന്ന ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ്. അപ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിന്റെ യൂസസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ സൺ സിൻക്രണസ് സാറ്റലൈറ്റ്സിന്റെ യൂസസ് എന്തൊക്കെയാണ്, അത് പ്രത്യേകം തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. എല്ലാ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണെങ്കിലും ഈ പോയിന്റ്സ് അതിന്റെ യൂസസ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ these satellites are mainly used for remote sensing purposes. ഈ ഉപഗ്രഹങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും വിദൂര സംവേദനത്തിന് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ഉപഗ്രഹങ്ങളെയാണ്. വിദൂര സംവേദനത്തിന് മുഖ്യമായിട്ടും നമ്മൾ ഈ ഉപഗ്രഹങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു. ഏത് ഉപഗ്രഹങ്ങളെ? ഈ പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൺ സിൻക്രണസ് സാറ്റലൈറ്റ്സിന്. ഓക്കെ, ഏറ്റവും കൂടുതൽ നമ്മൾ ഇങ്ങനെയുള്ള ഉപഗ്രഹങ്ങളെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ satellites in IRS Landsat series are example of sun synchronous satellites. IRS അതേപോലെ ലാൻഡ്സാറ്റ് തുടങ്ങിയിട്ടുള്ള സീരീസിലുള്ള ഉപഗ്രഹങ്ങളൊക്കെ എന്തിന് ഉദാഹരണമാണ്? IRS അതേപോലെ ലാൻഡ്സാറ്റ് സീരീസിലുള്ള ഉപഗ്രഹങ്ങളൊക്കെ സൺ സിൻക്രണസ് സാറ്റലൈറ്റ്സിന് ഉദാഹരണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസാറ്റ് എന്തിന് ഉദാഹരണമാണ്? അത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിന് ഉദാഹരണമാണ്. പരസ്പരം മാറിപ്പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്താന്ന് പറഞ്ഞു. സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്ങിൽ സാറ്റലൈറ്റ്സ് ആണ് പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പൊ ആ സാറ്റലൈറ്റ്സിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സും സൺ സിൻക്രണസ് സാറ്റലൈറ്റ്സും. രണ്ടിന്റെയും പ്രത്യേകതകളും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഇനി അതിന്റെ തുടർച്ചയായിട്ട് അടുത്തത് പറയുന്നു, haven't you understood that the information about the Earth surface is collected with the help of sensors. സെൻസറുകളുടെ സഹായത്തോടെയാണല്ലോ നമ്മൾ ഭൂമിയിലെ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഓക്കെ, ദെൻ സെൻസേഴ്സ് റെക്കോർഡ്. എന്തായിരുന്നു സെൻസർ? നമ്മൾ പറഞ്ഞു ക്യാമറകളെയും അതേപോലെ സ്കാനറുകളെയും നമ്മൾ എന്ത് വിളിക്കുന്നു? സെൻസറുകൾ എന്ന് വിളിക്കുന്നു അല്ലെ. ക്യാമറകളും സ്കാനറുകളും ഒക്കെയാണ് സെൻസർ എന്ന് പറയുന്നത്, സംവേദകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാൻ പോവുകയാണ്. സെൻസേഴ്സ് റെക്കോർഡ് the electromagnetic radiation either reflected or emitted by the objects. ശ്രദ്ധിക്കുക, ഈ സെൻസറുകൾ എന്താ ചെയ്യുന്നത്? സെൻസറുകൾ ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന അല്ലെങ്കിൽ പുറത്തുവിടുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ടാവും. നമ്മൾ മുമ്പും സൂചിപ്പിച്ചതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, വൈദ്യുത കാന്തിക വികിരണങ്ങൾ അല്ലെ, വൈദ്യുത കാന്തിക വികിരണങ്ങൾ എന്ന് മലയാളത്തിൽ പറയാം. അപ്പൊ ഈ ഓരോ വസ്തുവും ഓരോ ഒബ്ജക്റ്റും പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന, എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെയാണ് അല്ലെങ്കിൽ വൈദ്യുത കാന്തിക വികിരണങ്ങളെയാണ് ഈ സെൻസറുകൾ എന്ത് ചെയ്യുന്നത്? ഒപ്പിയെടുക്കുന്നത് അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഈച്ച് ഒബ്ജക്റ്റ് on the surface of the earth reflects electromagnetic radiation in different measures. ശ്രദ്ധിക്കണം, നമ്മുടെ ഭൂമിയിൽ ഒരുപാട് വസ്തുക്കളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ഒബ്ജക്റ്റും പുറത്തേക്ക് വിടുന്ന അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്?
അത് പല രൂപത്തിലാണ്, ഡിഫറെൻറ്റ് മെഷേഴ്സിലായിരിക്കും, പല അളവിലായിരിക്കും. ഓരോ വസ്തുവും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ പുറത്തേക്ക് വിടുന്ന പിന്നെ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുത കാന്തിക വികിരണത്തിന്റെ അളവ് ഓരോ തോതിലായിരിക്കും, ഓരോ അളവിലായിരിക്കും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, the energy reflection of plants, okay, the energy reflection of plants is different from that of the water bodies. ഇപ്പൊ പ്ലാന്റ്സ്, ഓക്കെ, സസ്യങ്ങളൊക്കെ പുറത്തേക്ക് വിടുന്ന പിന്നെ ഊർജം അല്ലെങ്കിൽ പുറത്തേക്ക് വിടുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അത് എന്തിൽ നിന്നും വ്യത്യസ്തമാണ്? ഒരു വാട്ടർ ബോഡി, ഒരു ജലാശയം പ്രതിഫലിപ്പിക്കുന്ന അല്ലെങ്കിൽ പുറത്തു വിടുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിൽ നിന്നും തീർത്തും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ വസ്തുവും റിഫ്ലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന, പുറത്തു വിടുന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്ന ആ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത് ഓരോ അളവിലായിരിക്കും. അപ്പൊ ഈ അളവിലുള്ള വേരിയേഷൻ അനുസരിച്ച് അത് ഏത് വസ്തുവാണ് എന്ന് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു, സെൻസറുകൾ എന്താ ചെയ്യുന്നത്? സെൻസേഴ്സ് റെക്കോർഡ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എയ്തർ റിഫ്ലക്റ്റഡ് ഓർ എമിറ്റഡ് ബൈ ദി ഒബ്ജക്ട്സ്. ഓരോ വസ്തുവും പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുത കാന്തിക വികിരണത്തെ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെയാണ് എന്ത് ചെയ്യുന്നത്? സെൻസറുകൾ ക്യാപ്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ സെൻസറുകൾ പകർത്തുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ പറഞ്ഞു, ഓരോ ഒബ്ജക്റ്റും, ഓരോ വസ്തുവും ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്തായിരിക്കും? ഇൻ ഡിഫറെന്റ് മെഷേഴ്സ്, ഇൻ പല രൂപത്തിൽ അല്ലെങ്കിൽ പല അളവിലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, വാട്ടർ ബോഡീസ് റിഫ്ലക്ട് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആയിരിക്കില്ല എന്ത് റിഫ്ലക്ട് ചെയ്യുക? പ്ലാന്റ്സ് റിഫ്ലക്ട് ചെയ്യുക. അങ്ങനെ ഓരോന്നിന്റെയും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും, ഡിഫറെന്റ് ആയിട്ടുള്ള അളവിലായിരിക്കും ഉണ്ടാവുക. ശ്രദ്ധിക്കുക, the amount of reflected energy by each object is called the spectral signature of that object. ശ്രദ്ധിക്കണം, the amount of reflected energy by each object is called the spectral signature of that object. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഓരോ വസ്തുവും ഓരോ അളവിലാണ് എന്ത് ചെയ്യുന്നത്? ഊർജം പ്രതിഫലിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ പുറത്തുവിടുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഓരോ വസ്തുവും പുറത്തുവിടുന്ന അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്ന ആ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ, അല്ലെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ആ ഒരു എനർജിയുടെ, ആ ഒരു ഊർജത്തിന്റെ അളവിനെ നമുക്ക് എന്ത് വിളിക്കാം? ആ ഒബ്ജക്റ്റിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് വിളിക്കാം. ആ ഒബ്ജക്റ്റിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് വിളിക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്? സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം ഞാൻ. ഈച്ച് ഒബ്ജക്റ്റ് on the Earth's surface, each object on the Earth's surface or each object on the surface of the Earth reflects electromagnetic radiation in different measures. നമ്മുടെ ഭൗമോപരിതലത്തിലുള്ള ഓരോ വസ്തുവും ഒരു നിശ്ചിത അളവിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, വൈദ്യുത കാന്തിക വികിരണം പുറത്തു വിടുന്നുണ്ട് അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ സെന്റൻസ് പറയാം. The amount of such reflected energy by each object is called the spectral signature of that object. അപ്പൊ ഇത്തരത്തിൽ ഓരോ വസ്തുവും പുറത്തുവിടുന്ന ആ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ അളവിനെയാണ് ആ വസ്തുവിന്റെ, ആ ഒബ്ജക്റ്റിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഈ രണ്ട് മാർക്ക് ചെയ്ത് ഈ രണ്ട് സെന്റൻസ് നോക്കിയാൽ എന്തായി? എന്താണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്നുള്ളതിന്റെ ക്ലിയർ ആൻസർ ആയി. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അതിന്റെ തുടർച്ചയായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഈ പിന്നെ സെൻസറുകൾ റെക്കോർഡ് ചെയ്യുന്നത് എന്താണ്? ഇങ്ങനെ പുറത്തുവിടുന്ന എനർജിയാണല്ലോ സെൻസറുകൾ റെക്കോർഡ് ചെയ്യുന്നത്, നമ്മൾ മുകളിൽ പറഞ്ഞു അല്ലെ. അപ്പൊ അതൊന്നും കൂടി നമ്മൾ ഇവിടെ പറയാണ്. ദി സെൻസേഴ്സ് ഓൺ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഡിസ്റ്റിംഗ്വിഷ് ഒബ്ജക്ട്സ് on the Earth's surface based on their spectral signature and transmit the information in digital format to the terrestrial stations. ശ്രദ്ധിക്കണേ, അപ്പൊ സെൻസറുകൾ എന്ത് ചെയ്യുന്നു? ദി സെൻസേഴ്സ് ഓൺ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള സെൻസറുകൾ ഡിസ്റ്റിംഗ്വിഷ് ഒബ്ജക്ട്സ് ഓൺ ദി എർത്ത് സർഫസ് ബേസ്ഡ് ഓൺ ദയർ സ്പെക്ട്രൽ സിഗ്നേച്ചർ. അപ്പൊ ഈ സ്പെക്ട്രൽ സിഗ്നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ ഈ സാറ്റലൈറ്റ്സിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഭൗമോപരിതലത്തിലുള്ള ഓരോ വസ്തുവിനെയും ഈ സ്പെക്ട്രൽ സിഗ്നേച്ചർ തിരിച്ചറിഞ്ഞ് അതൊക്കെ അത് ഐഡന്റിഫൈ ചെയ്യുന്നു, ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നു. ഓരോ ഒബ്ജക്റ്റിനെയും, ഓരോ ഒബ്ജക്റ്റിന്റെയും സ്പെക്ട്രൽ സിഗ്നേച്ചർ ഓരോ തരത്തിലായിരിക്കുമല്ലോ നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ ആ സ്പെക്ട്രൽ സിഗ്നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ ഈ സെൻസറുകൾ ഓരോ ഒബ്ജക്റ്റിനെയും തിരിച്ചറിയുന്നു. എന്നിട്ടോ തിരിച്ചറിഞ്ഞിട്ട് ട്രാൻസ്മിറ്റ് ദി ഇൻഫർമേഷൻ ഇൻ ഡിജിറ്റൽ ഫോർമാറ്റ് ടു ദി ടെറസ്ട്രിയൽ സ്റ്റേഷൻസ്.
ഓക്കെ, അപ്പോൾ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഈ സെൻസറുകൾ ഓരോ ഒബ്ജക്റ്റും റിലീസ് ചെയ്യുന്ന അതിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ തിരിച്ചറിഞ്ഞ് അത് ഏത് വസ്തുവാണെന്ന് മനസ്സിലാക്കി അതിനുശേഷം ആ വിവരം, ആ ഇൻഫർമേഷൻ എങ്ങോട്ട് പാസ് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ദി ഇൻഫർമേഷൻ ഇൻ ഡിജിറ്റൽ ഫോർമാറ്റ് ടു ദി ടെറസ്ട്രിയൽ സ്റ്റേഷൻസ്. ഓക്കെ, അതായത് ഡിജിറ്റൽ ഫോർമാറ്റിൽ സംഖ്യാരൂപത്തിലാക്കിയിട്ട് എങ്ങോട്ട് അയക്കുകയാണ്? നമ്മുടെ ഭൂമിയിലുള്ള കേന്ദ്രത്തിലേക്ക് അയക്കുകയാണ്. ഭൂമിയിൽ നിന്നാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള ഉപഗ്രഹങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ബഹിരാകാശത്തേക്കും സൂര്യനിലേക്കും ഒക്കെ നമ്മൾ പല ഉപഗ്രഹങ്ങൾ അയക്കാനുള്ള പദ്ധതിയിലാണ്. അയച്ചിട്ടുണ്ട്, അയച്ചു കഴിഞ്ഞിട്ടുണ്ട്, അല്ലെ, പഠനം നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഉപഗ്രഹങ്ങളെയൊക്കെ നമ്മൾ നിയന്ത്രിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രം ടെറസ്ട്രിയൽ സ്റ്റേഷൻസ്. ടെറസ്ട്രിയൽ സ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള ഓരോ കേന്ദ്രങ്ങളിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ടെറസ്ട്രിയൽ സ്റ്റേഷൻസിലേക്ക് സെൻസറുകൾ പകർത്തിയിട്ടുള്ള ഈ ഒരു ഇൻഫർമേഷൻ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ സാറ്റലൈറ്റ്സ് പാസ് ചെയ്യുന്നു. ഓക്കെ, ഡിജിറ്റൽ ഫോർമാറ്റിലാണ് കിട്ടുന്നത്, ചിത്രങ്ങളായിട്ടല്ല കിട്ടുന്നത്. അതിനുശേഷം നമ്മുടെ ഭൂമിയിലേക്ക് അങ്ങനെ ആ ഇൻഫർമേഷൻ എത്തിയ ശേഷം ദിസ് ഇൻഫർമേഷൻ ഈസ് ഇന്റർപ്രറ്റഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു പിക്ചർ ഫോർമാറ്റ്സ്. നമ്മുടെ ഭൂമിയിലെത്തിയ ശേഷം ആ ചിത്രങ്ങൾ സംഖ്യാരൂപത്തിൽ ഡിജിറ്റൽ ഫോർമാറ്റിൽ നമ്മുടെ ഭൂമിയിലേക്ക് എത്തിയ ശേഷം പിന്നെ എന്ത് ചെയ്യാണ്? കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ അത് വിശകലനം ചെയ്ത് കൺവേർട്ടഡ് ഇൻ ടു പിക്ചർ ഫോർമാറ്റ്സ്, ചിത്രരൂപത്തിലേക്കാക്കി മാറ്റുകയാണ്. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ചിത്രരൂപത്തിലേക്ക് അത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഉപഗ്രഹ ചിത്രങ്ങൾ, സാറ്റലൈറ്റ്സ് പകർത്തുന്ന ചിത്രങ്ങൾ നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ദീസ് ആർ കോൾഡ് സാറ്റലൈറ്റ് ഇമേജറീസ്. നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? ഉപഗ്രഹ ചിത്രങ്ങൾ എന്ന് വിളിക്കുന്നു. സാറ്റലൈറ്റ് ഇമേജറീസ് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം, അപ്പൊ എന്താ സാറ്റലൈറ്റ് ഇമേജറീസ്? ഓക്കെ, എന്താണ് സാറ്റലൈറ്റ് ഇമേജറീസ്? അതിനുള്ള ആൻസർ പറയുകയാണെങ്കിൽ ഇവിടെ മുതൽ പറയാം. ദി സെൻസേഴ്സ് ഓൺ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഡിസ്റ്റിംഗ്വിഷ് ഒബ്ജക്ട്സ് on the Earth's surface based on their spectral signature and transmit the information in digital format to the terrestrial radiation. ഭൗമോപരിതലത്തിലുള്ള ഓരോ വസ്തുവിന്റെയും സ്പെക്ട്രൽ സിഗ്നേച്ചർ തിരിച്ചറിഞ്ഞ് ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? ഡിജിറ്റൽ ഫോർമാറ്റിലാക്കി സാറ്റലൈറ്റുകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭൂമിയിലുള്ള കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്നു. അവിടെ വെച്ചിട്ട് this images or this information is interpreted with the help of computers and converted into picture formats. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഈ ഡിജിറ്റൽ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? ഈ ഇൻഫർമേഷൻ നമ്മൾ പിക്ചർ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്ന പിക്ചേഴ്സിനെ നമ്മൾ സാറ്റലൈറ്റ് ഇമേജറീസ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇങ്ങനെ പിന്നെ നമ്മുടെ ചിത്രങ്ങളുടെ സ്പെക്ട്രൽ സിഗ്നേച്ചർ റെക്കോർഡ് ചെയ്യുന്നതും അത് സാറ്റലൈറ്റ്സ് ഭൂമിയിലേക്ക് അയക്കുന്നതും ഭൂമിയിൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ അത് ചിത്രമായി സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നതൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കാണുക. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ സാറ്റലൈറ്റ് ഇമേജറീസ് എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഫിഗർ 6.11 ഒരു ചിത്രം കാണാം ഇവിടെ. അങ്ങനെയുള്ള ഒരു സാറ്റലൈറ്റ് ഇമേജറിയുടെ ഒരു ഇമേജ് ഇവിടെ കാണാൻ പറ്റും. ദെൻ അടുത്ത സെന്റൻസ് നോക്കാം. ദി സൈസ് ഓഫ് ദി സ്മോളസ്റ്റ് ഒബ്ജക്ട്. ശ്രദ്ധിക്കണേ, നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു കൺസെപ്റ്റിലേക്ക് പോവാണ്. ദി സൈസ് ഓഫ് ദി സ്മോളസ്റ്റ് ഒബ്ജക്ട് ഓൺ ദി എർത്ത് സർഫേസ് ദാറ്റ് എ സാറ്റലൈറ്റ് സെൻസർ ക്യാൻ ഡിസ്റ്റിംഗ്വിഷ് ഈസ് കോൾഡ് ദി സ്പേഷ്യൽ റെസൊല്യൂഷൻ ഓഫ് ദി സെൻസർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെന്റൻസ് ആണ്. എന്താണ് ഇവിടുത്തെ കൺസെപ്റ്റ്? ഇവിടുത്തെ ടേം എന്ന് പറയുന്നത് ഇതാണ്, സ്പേഷ്യൽ റെസൊല്യൂഷൻ. ഓക്കെ, സ്പേഷ്യൽ റെസൊല്യൂഷൻ. എന്താണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ ഈ സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് നോക്കാം എന്താണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ. ശ്രദ്ധിക്കാം. ദി സൈസ് ഓഫ് ദി സ്മോളസ്റ്റ് ഒബ്ജക്ട് ഓൺ ദി എർത്ത് സർഫസ് ദാറ്റ് എ സാറ്റലൈറ്റ് സെൻസർ ക്യാൻ ഡിസ്റ്റിംഗ്വിഷ് ഈസ് കോൾഡ് സ്പേഷ്യൽ റെസൊല്യൂഷൻ. അതായത് നമ്മൾ പറഞ്ഞു ഉപഗ്രഹങ്ങളിൽ നമ്മൾ സ്കാനറുകൾ ഘടിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ സ്കാനറുകൾ എല്ലാ ഉപഗ്രഹങ്ങളിലുള്ള എല്ലാ സ്കാനറുകൾക്കും ഒരേ പവർ ആയിരിക്കില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്. ആ മൊബൈൽ ഫോണിന്റെ ക്യാമറ നമ്മൾ 16 MB, അതേപോലെ 20 above MB, 36 MB, അങ്ങനെ പല MB നമ്മൾ പറയാറുണ്ട്, മെഗാബൈറ്റുകൾ പറയാറുണ്ട് അല്ലെ, ഇത്ര MB ആണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ മെഗാബൈറ്റ് അല്ല, പിക്സൽ ആണ് ക്യാമറയുടെ പറയാറുള്ളത്. ബൈറ്റ് എന്നുള്ളത് നമ്മൾ മെമ്മറിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന വാക്കാണ്. പോട്ടെ. അപ്പൊ ഏതായാലും നമ്മൾ ഓരോ ക്യാമറയ്ക്കും ഓരോ റെസൊല്യൂഷനും ഓരോ ക്ലാരിറ്റിയും ഒക്കെ ആയിട്ടുണ്ടാവും. ചില ക്യാമറയിൽ നിന്ന് എടുത്താൽ നല്ല വ്യക്തതയിൽ നമുക്ക് ചിത്രങ്ങൾ കിട്ടും, ചില മൊബൈൽ ക്യാമറകളാണെങ്കിൽ വ്യക്തത കുറവായിരിക്കും. എന്ന് പറഞ്ഞതുപോലെ തന്നെ
സാറ്റലൈറ്റ്സിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന സെൻസറുകളും കപ്പാസിറ്റി കൂടിയതുണ്ടാവും, കപ്പാസിറ്റി കുറഞ്ഞതുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് the size of the smallest object on Earth's surface that a satellite sensor can distinguish is called special resolution of that sensor. അതായത് ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു സെൻസറിന് ഒരു സെൻസറിന് തിരിച്ചറിയാൻ സാധിക്കുന്ന നമ്മുടെ ഭൂമിയിലുള്ള ഏറ്റവും ചെറിയ വസ്തുവിന്റെ വലുപ്പമാണ് ആ സെൻസറിന്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഉപഗ്രഹങ്ങളിൽ നമ്മൾ ഘടിപ്പിച്ചിട്ടുള്ള ഒരു സെൻസർ, ആ സെൻസറിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ചെറിയ വസ്തുവിന്റെ വലുപ്പമാണ്. ആ സെൻസറിന് തിരിച്ചറിയാൻ സാധിക്കുന്ന നമ്മുടെ ഭൗമോപരിതലത്തിലുള്ള ഏറ്റവും ചെറിയ വസ്തു ഏതാണോ ആ വസ്തുവിന്റെ വലിപ്പമാണ് എന്ത്, ആ സെൻസറിന്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ചില സെൻസറുകൾക്ക് വളരെ ചെറിയ വസ്തുക്കളെ പോലും തിരിച്ചറിയാൻ സാധിക്കും. ചില സെൻസറുകൾക്ക് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള വസ്തുക്കളെ മാത്രം, വലിയ കെട്ടിടങ്ങളോ അങ്ങനെയുള്ള വലിയ സംഭവങ്ങൾ മാത്രമേ ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഓരോ സെൻസറിന്റെയും സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഒരേപോലെയുള്ളതും ഉണ്ടാവാം, ഡിഫറെന്റ് ആയിട്ടുള്ളതും ഉണ്ടാവാം. അപ്പൊ ഈ പറഞ്ഞ സ്പേഷ്യൽ റെസൊല്യൂഷന് രണ്ട് ചിത്രത്തിന്റെ സഹായത്തോടെ തന്നെ നമുക്ക് ഇവിടെ നോക്കാം. താഴെ രണ്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ലുക്ക് അറ്റ് ദി ഫിഗേഴ്സ്. ഫിഗർ ഇവിടെ നോക്കാം, എ ആൻഡ് ബി. ഈ രണ്ട് ചിത്രങ്ങൾ നോക്കാം. ഈ രണ്ട് ചിത്രങ്ങളിൽ these are the satellite imageries captured by two sensors with a different spatial resolution. അപ്പൊ രണ്ട് സ്പേഷ്യൽ റെസൊല്യൂഷൻ ഉള്ള രണ്ട് വ്യത്യസ്ത സെൻസറുകൾ പകർത്തിയിട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെയുള്ളത്. So can we see the features on the Earth's surface with greater clarity in figure 6.12b? അതായത് ഈ രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്ക് ഭൂമിയിലുള്ള ഓരോരോ പ്രത്യേകതകൾ, സവിശേഷതകൾ, കെട്ടിടങ്ങളും റോഡും മരങ്ങളും അതേപോലെ വാഹനങ്ങളും ഒക്കെ കുറച്ചും കൂടി ക്ലാരിറ്റിയോട് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ, കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരു ചോദ്യം, വിച്ച് ഓഫ് ദീസ് സെൻസേഴ്സ് ടുക്ക് ഇമേജസ് വിത്ത് ബെറ്റർ സ്പേഷ്യൽ റെസൊല്യൂഷൻ? അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളിൽ ഏത് ചിത്രമെടുത്ത സെൻസറിനായിരിക്കും കൂടുതൽ സ്പേഷ്യൽ റെസൊല്യൂഷൻ ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. ഏതിനായിരിക്കും കൂടുതൽ സ്പേഷ്യൽ റെസൊല്യൂഷൻ ഉണ്ടാവുക? ഈ രണ്ടാമത്തെ ചിത്രത്തിന് തന്നെയായിരിക്കും അല്ലെ. സ്പേഷ്യൽ റെസൊല്യൂഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവുകയായിരിക്കും രണ്ടാമത്തെ ചിത്രത്തിനായിരിക്കും. യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ ഒന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് വ്യക്തത കുറവാണ്, രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്ക് വ്യക്തത വളരെ കൂടുതലുമാണ്. കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ച് ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഇൻ സാറ്റലൈറ്റ് ഇമേജറീസ് ആസ് ദി സ്പെഷ്യൽ റെസൊല്യൂഷൻ ഡിക്രീസസ്? എന്താ ചോദ്യത്തിന്റെ അർത്ഥം? ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ കുറയുന്നതിനനുസരിച്ച് ഇങ്ങനെയുള്ള ചിത്രങ്ങൾക്ക്, ഉപഗ്രഹ ചിത്രങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടാകുമെന്നാണ് ചോദിക്കുന്നത്. സ്പേഷ്യൽ റെസൊല്യൂഷൻ കുറയുന്നതിനനുസരിച്ച് എന്ത് മാറ്റം ഉണ്ടാകുമെന്നാണ്. ഇവിടെ സ്പേഷ്യൽ റെസൊല്യൂഷൻ എത്രയാണ്? 1 കിലോമീറ്റർ ആണ്. ഇവിടെയോ സ്പേഷ്യൽ റെസൊല്യൂഷൻ 1 മീറ്റർ ആണ്. അപ്പൊ ഇതിൽ ഏതിലാണ് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് സംഗതി കാണുന്ന ചിത്രം? നമ്മൾ വ്യക്തമായിട്ട് കാണുന്നത് ഏതാണ്? അത് രണ്ടാമത്തെ ചിത്രമാണ്. അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ സ്പേഷ്യൽ റെസൊല്യൂഷൻ 1 കിലോമീറ്റർ ആണ്. രണ്ടാമത്തേൽ അത് കുറഞ്ഞ സ്പേഷ്യൽ റെസൊല്യൂഷൻ 1 മീറ്റർ ആണ്. അപ്പോൾ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടിയല്ലോ. വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ച് ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഇൻ സാറ്റലൈറ്റ് ഇമേജറീസ് ആസ് ദി സ്പെഷ്യൽ റെസൊല്യൂഷൻ ഡിക്രീസസ്? സ്പേഷ്യൽ റെസൊല്യൂഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് മാറ്റം സംഭവിക്കുന്നു? ക്ലാരിറ്റി ഇൻക്രീസസ് എന്ന് നമുക്ക് ചുരുക്കി പറയാം അല്ലെ. സ്പേഷ്യൽ റെസൊല്യൂഷൻ കുറഞ്ഞപ്പോൾ അവിടെ ക്ലാരിറ്റി എന്തായി? ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്തത്. സ്പേഷ്യൽ റെസൊല്യൂഷൻ കുറഞ്ഞപ്പോൾ ക്ലാരിറ്റി ഒന്നുകൂടി കൂടുകയാണ് ചെയ്തത്. അപ്പൊ സ്പേഷ്യൽ റെസൊല്യൂഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ ചിത്രത്തിന്റെ ക്ലാരിറ്റി എന്താവുന്നു? ചിത്രത്തിന്റെ ക്ലാരിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. ദി ക്ലാരിറ്റി ഓഫ് ഇമേജസ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ സ്പേഷ്യൽ റെസൊല്യൂഷൻ. അപ്പൊ ആ കാര്യം മനസ്സിലാക്കാം. ഒരു കാര്യം കൂടി അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ സ്പേഷ്യൽ റെസൊല്യൂഷൻ 1 മീറ്റർ നമ്മൾ പറഞ്ഞു. അതിന്റെ അർത്ഥം നമ്മുടെ ഭൂമിയിലുള്ള 1 മീറ്റർ വലുപ്പമുള്ള വസ്തുവിനെ പോലും ആ സെൻസറിന് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. ഇപ്പൊ സ്പേഷ്യൽ റെസൊല്യൂഷൻ 0.5 മീറ്റർ ആണെങ്കിൽ, അതായത് അതിന്റെ അർത്ഥം എന്താ? 1/2 മീറ്റർ അല്ലെ, 1/2 മീറ്റർ വലുപ്പമുള്ള വസ്തുവിനെ പോലും നമുക്ക് സെൻസറിന് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ എ എന്ന ചിത്രത്തിലോ സ്പേഷ്യൽ റെസൊല്യൂഷൻ 1 കിലോമീറ്റർ ആണ്. അതായത് ഏകദേശം 1 കിലോമീറ്ററോളം വിസ്തൃതിയുള്ള വലിയ ഭൂപ്രദേശങ്ങളെ, അങ്ങനെയുള്ള സംഭവങ്ങളെ മാത്രമേ ആ സെൻസറിന് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഇവിടെ
1 മീറ്റർ പോലുമുള്ള വസ്തുവിനെ തിരിച്ചറിയാൻ ആ സെൻസറിന് സാധിക്കും. അപ്പോൾ സ്പേഷ്യൽ റെസൊല്യൂഷൻ ഡിക്രീസ് ചെയ്യും തോറും പിക്ചറിന്റെ സാറ്റലൈറ്റ് ഇമേജറീസ് നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ കൂടുതൽ ക്ലാരിറ്റിയിൽ കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇവിടെ ചില സാറ്റലൈറ്റ്സിന്റെ പേരും അതേപോലെ അതിൽ ഉപയോഗിക്കുന്ന സെൻസറുകളും അതിന്റെ സ്പേഷ്യൽ റെസൊല്യൂഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അധിക വായനക്കുള്ള സാധനമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ താല്പര്യപൂർവ്വം എന്ത് ചെയ്യുക, പിന്നീട് സമയത്തിനനുസരിച്ച് നിങ്ങൾ നോക്കിക്കോളുക. എക്സാമിന് വേണ്ടി പഠിക്കാനുള്ള കാര്യമല്ല. അതേപോലെ റിമോട്ട് സെൻസിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, The clarity of satellite imageries differ as spatial resolution varies. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. സ്പെഷ്യൽ റെസൊല്യൂഷൻ വ്യത്യാസപ്പെടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള സാറ്റലൈറ്റ് ഇമേജറീസിന്റെ ക്ലാരിറ്റിയിലും ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനത്തെ ഒരു കാര്യം കൂടി പറയാൻ പോവുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. യൂസസ് ഓഫ് റിമോട്ട് സെൻസിങ് ടെക്നോളജി. റിമോട്ട് സെൻസിങ് ടെക്നോളജിയുടെ ഉപയോഗങ്ങൾ, വിദൂര സംവേദന സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ, ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, യൂസസ് ഓഫ് റിമോട്ട് സെൻസിങ് ടെക്നോളജി ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. നമുക്ക് പേജ് ഒന്നും കൂടി വലുതാക്കാം. ഓക്കെ, എന്തൊക്കെയാണ് യൂസസ്? ഒന്ന്, ഫോർ ദി അസസ്മെന്റ് ഓഫ് വെദർ ആൻഡ് ഇറ്റ്സ് ഒബ്സർവേഷൻസ്. അതായത് കാലാവസ്ഥാ നിർണയത്തിന് ചുരുക്കി പറയാം. നമുക്ക് കാലാവസ്ഥാ നിർണയം നടത്താൻ, ഓക്കെ, വെതർ അസസ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെക്നോളജി, റിമോട്ട് സെൻസിങ് ടെക്നോളജി ഉപയോഗിക്കാം. അതേപോലെ അടുത്ത പോയിന്റ്, ഫോർ ഓഷ്യൻ എക്സ്പ്ലോറേഷൻ, സമുദ്ര പര്യവേക്ഷണത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ടു അണ്ടർസ്റ്റാൻഡ് ദി ലാൻഡ് യൂസ് ഓഫ് ആൻ ഏരിയ, ഒരു പ്രദേശത്തിന്റെ ഭൂവിനിയോഗം മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കാലങ്ങൾ കൊണ്ട് ഒരു പ്രദേശത്ത്, അതേപോലെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഭൂമി ഉപയോഗിക്കുന്നത്, കൃഷിക്ക് വേണ്ടി എത്ര, അതേപോലെ പാർപ്പിടങ്ങൾ എത്ര, അങ്ങനെയുള്ള വെറുതെ കിടക്കുന്ന പ്രദേശങ്ങൾ എത്ര, കാടുകൾ എത്ര, അങ്ങനെ കൃത്യമായിട്ട് ലാൻഡ് യൂസ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ ഫോർ ദി മോണിറ്ററിംഗ് ഓഫ് ഫ്ലഡ് ആൻഡ് ഡ്രോട്ട്, അതായത് വരൾച്ചയും അതേപോലെ വെള്ളപ്പൊക്കമൊക്കെ സംഭവിക്കുന്ന സമയത്ത് വരൾച്ച ബാധിത പ്രദേശങ്ങളും അതേപോലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളൊക്കെ കണ്ടെത്താനും അവിടുത്തെ നടപടികൾക്കൊക്കെ, അവിടുത്തെ ഓരോ ആക്ഷൻസിനൊക്കെ ഒരു വേഗത കൈവരുത്താനൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. അതേപോലെ ഫോർ ഐഡന്റിഫൈയിങ് ദി ഫോറസ്റ്റ് ഫയേഴ്സ് ഇൻ ഡീപ്പ് ഫോറസ്റ്റ് ആൻഡ് ടു അഡോപ്റ്റ് കൺട്രോളിംഗ് മെഷേഴ്സ്. അതായത് ഡീപ്പ് ഫോറസ്റ്റിലൊക്കെ, ഉൾവനങ്ങളിലൊക്കെ കാട്ടുതീ ഉണ്ടാവുകയാണെങ്കിൽ ആ കാട്ടുതീ കൃത്യമായിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടും അത് നിയന്ത്രിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കാനൊക്കെ നമുക്ക് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. ടു കളക്ട് ഡാറ്റ റിഗാർഡിംഗ് ദി എക്സ്റ്റെന്റ് ഓഫ് ക്രോപ്സ് ആൻഡ് സ്പ്രെഡ് ഓഫ് പെസ്റ്റ് അറ്റാക്ക്, അതായത് വിളകളുടെ, ഓരോ വിളകളുടെയും ഒക്കെ വിസ്തൃതി, അതേപോലെ തന്നെ കീടബാധ, ഓക്കെ, പെസ്റ്റ് അറ്റാക്ക്, കീടബാധ എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രദേശങ്ങളിൽ ആ ഒരു കീടബാധ ഏറ്റിട്ടുണ്ട്, ഇതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനും നടപടികൾ എടുക്കാനൊക്കെ ഇത് യൂസ്ഫുൾ ആണ്. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നു ഫോർ ഓയിൽ എക്സ്പ്ലോറേഷൻ. അതായത് എണ്ണ പര്യവേക്ഷണത്തിന്, നമ്മൾ ഭൂമിക്കടിയിൽ നിന്ന് എണ്ണ കുഴിച്ചെടുക്കുന്നുണ്ട്, പെട്രോളിയം സാധനങ്ങളൊക്കെ കുഴിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓയിൽ എക്സ്പ്ലോറേഷൻസിന് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. പിന്നെ ടു കളക്ട് ഓർ ടു ലൊക്കേറ്റ് ഗ്രൗണ്ട് വാട്ടർ പൊട്ടൻഷ്യൽ പ്ലേസസ്, അതായത് ഭൂഗർഭജലത്തിന് അല്ലെങ്കിൽ ഭൂഗർഭജലം കിട്ടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളൊക്കെ കണ്ടെത്താനും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള റിമോട്ട് സെൻസിങ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് യൂസസ് ഇതുകൊണ്ടുണ്ട്. യൂസസ് ഓഫ് റിമോട്ട് സെൻസിങ് ടെക്നോളജി എക്സാമിന് വേണ്ടി പഠിക്കണം, ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. ദെൻ ഏറ്റവും അവസാന ഒരു പാരഗ്രാഫ് പറയുന്നതും കൂടി പറഞ്ഞ് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. You have understood that a large amount of information about Earth is received through remote sensing technology. Remote sensing technologyയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമിയിലെ ഒരുപാട് വിവരങ്ങളെ കുറിച്ച് നമ്മൾ, അല്ലെങ്കിൽ ഒരുപാട് വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്നുണ്ട്, അല്ലെ? ഈ ഒരു റിമോട്ട് സെൻസിങ് ടെക്നോളജിയിലൂടെ നമുക്കതിന് സാധിക്കുന്നുണ്ട്. We can prepare maps, tables and graphs to find scientific answers to our queries by the analysis of information obtained through remote sensing and other means using a computer-based technology called geographic information system. അതായത് ഒരു വലിയ സെന്റൻസ് ആണ് ഇവിടെ പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, റിമോട്ട് സെൻസിങ് ടെക്നോളജിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇൻഫർമേഷൻ, നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇൻഫർമേഷൻ ഒക്കെ
പിന്നെ വെച്ചുകൊണ്ട് ആ ഇൻഫർമേഷൻസിന് നമുക്ക് എന്ത് ചെയ്യാം, മാപ്പുകളും ടേബിൾസും ഗ്രാഫ്സും അതേപോലെ നമ്മുടെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ പ്രത്യേകമായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനും ഉത്തരങ്ങളൊക്കെ കണ്ടെത്താനും നമ്മളെ സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്നോളജിയാണ് ഇത് ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പൊ ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഈ ചാപ്റ്ററിന്റെ മറ്റൊരു ഭാഗമാണത്. അത് പക്ഷേ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കുകയാണ്. എന്താണ് ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഏതായാലും ഇന്ന് നമുക്ക് പേജിൽ നോക്കിയാൽ കാണാം, അടുത്തൊരു ഹെഡിങ് അതാണ് ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, GIS. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ, അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ഇന്ന് പറഞ്ഞത് യൂസസ് ഓഫ് റിമോട്ട് സെൻസിങ് ടെക്നോളജിയാണ്. അപ്പോൾ അത്രയും കാര്യം വളരെ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കണം, എക്സാമിന് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ.